എല്ലാവർക്കും ഫനാസ് അക്കാഡമി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് സ്കൂൾ ടെക്സ്റ്റിൻ്റെ ക്ലാസ്സാണ്. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസും ബേസിക് സയൻസും എടുത്തു കഴിഞ്ഞു. 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ക്ലാസ്സുകൾ കാണുക. പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 10ാമത്തെ ചാപ്റ്റർ ആണ്, രൂപത്തിനും ബലത്തിനും. അസ്ഥികളെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. കട്ടിയുള്ള പുറന്തോടുകളുള്ള ജീവികളാണ് ഒച്ച്, വണ്ട്, ഞണ്ട്, ചിപ്പികൾ മുതലായവ. കട്ടിയുള്ള പുറന്തോടുകളുള്ള ജീവികൾ ഏതൊക്കെയാണ്? ഒച്ച്, വണ്ട്, ഞണ്ട്, ചിപ്പികൾ. കട്ടി കുറഞ്ഞ പുറന്തോടുകളുള്ള ജീവികളാണ് പഴുതാര, തേരട്ട തുടങ്ങിയവ. കട്ടി കുറഞ്ഞ പുറന്തോടുകളുള്ള ജീവികൾ ഏതൊക്കെയാണ്? പഴുതാര, തേരട്ട. ശരീരഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനും ആകൃതി നൽകുന്നതിനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും പുറന്തോടുകൾ സഹായിക്കുന്നു. പുറന്തോടുകൾ എന്തിനെല്ലാം സഹായിക്കുന്നു? ശരീരഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനും ആകൃതി നൽകുന്നതിനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും പുറന്തോടുകൾ സഹായിക്കുന്നു. ശരീരത്തിൻ്റെ പുറത്തുള്ള ഇത്തരം ആവരണങ്ങളെ ബാഹ്യാസ്ഥികൂടം അല്ലെങ്കിൽ എക്സോസ്കെലിട്ടൺ എന്ന് പറയുന്നു. ബാഹ്യാസ്ഥികൂടം അല്ലെങ്കിൽ എക്സോസ്കെലിട്ടൺ എന്താണ്? ശരീരഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനും ആകൃതി നൽകുന്നതിനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുവാനും സഹായിക്കുന്ന ശരീരത്തിൻ്റെ പുറത്തുള്ള ആവരണങ്ങളാണ് ബാഹ്യാസ്ഥികൂടം അല്ലെങ്കിൽ എക്സോസ്കെലിട്ടൺ എന്ന് പറയുന്നത്. മത്സ്യങ്ങളുടെയും ഉരഗങ്ങളുടെയും ചെതുമ്പലുകൾ, പക്ഷികളുടെ തൂവലുകൾ, ജന്തുക്കളിലെ രോമങ്ങൾ, കൊമ്പുകൾ, കുളമ്പുകൾ, നഖങ്ങൾ തുടങ്ങിയവയെല്ലാം ബാഹ്യാസ്ഥികൂടത്തിൻ്റെ അവശേഷിപ്പുകളാണ്. ബാഹ്യാസ്ഥികൂടത്തിൻ്റെ അവശേഷിപ്പുകൾ എന്തൊക്കെയാണ്? മത്സ്യങ്ങളുടെയും ഉരഗങ്ങളുടെയും ചെതുമ്പലുകൾ, പക്ഷികളുടെ തൂവലുകൾ, ജന്തുക്കളിലെ രോമങ്ങൾ, കൊമ്പുകൾ, കുളമ്പുകൾ, നഖങ്ങൾ തുടങ്ങിയവ. പുറന്തോടുകളിലെ മനോഹരമായ പാറ്റേണുകൾ, നിറങ്ങൾ തുടങ്ങിയവ പല ജീവികളെയും കൂടുതൽ ആകർഷകമാക്കുന്നു. ഈ ആകർഷകത്വം അവയുടെ നിലനിൽപ്പിന് ഭീഷണിയാവുന്നുണ്ട്. പുറന്തോടുകളിലെ ആകർഷകത്വം കാരണം വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾക്കുദാഹരണങ്ങളാണ് നക്ഷത്ര ആമ, സ്വർണ്ണവണ്ട് തുടങ്ങിയവ. ശരീരത്തിന് പുറത്ത് കാണുന്ന അസ്ഥികൾ അല്ലെങ്കിൽ പുറന്തോടിനെയാണ് നമ്മൾ ബാഹ്യാസ്ഥികൂടം എന്ന് പറയുന്നത്. ശരീരത്തിനുള്ളിൽ കാണപ്പെടുന്ന അസ്ഥികൂടങ്ങളാണ് ആന്തരാസ്ഥികൂടങ്ങൾ അല്ലെങ്കിൽ എൻഡോസ്കെലിറ്റൺ എന്നറിയപ്പെടുന്നത്. ആന്തരാസ്ഥികൂടമുള്ള ജീവികൾക്കുദാഹരണങ്ങളാണ് പശു, ആട്, പല്ലി, മനുഷ്യർ തുടങ്ങിയവ. ആന്തരാസ്ഥികൂടവും ബാഹ്യാസ്ഥികൂടവും ഉള്ള ജീവികളാണ് ആമ, ചീങ്കണ്ണി, മുതല തുടങ്ങിയവ. ആന്തരാസ്ഥികൂടവും ബാഹ്യാസ്ഥികൂടവും ഉള്ള ജീവികൾ ഏതൊക്കെയാണ്? ആമ, ചീങ്കണ്ണി, മുതല. ശരീരത്തിന് ആകൃതിയും ഉറപ്പും നൽകുന്നത് അസ്ഥികളാണ്. അതുപോലെ അസ്ഥികൾ ചലനത്തിനും സഹായിക്കുന്നു. അസ്ഥികൂടങ്ങൾ ജീവികൾക്ക് എങ്ങനെയെല്ലാം സഹായകമാകുന്നു? അസ്ഥികൾ ശരീരത്തിന് ആകൃതിയും ഉറപ്പും നൽകുന്നു. അസ്ഥികൾ ചലനത്തിനും സഹായിക്കുന്നു. തലയോട്, വാരിയെല്ല്, നട്ടെല്ല്, മറ്റ് എല്ലുകൾ എന്നിവ ആകൃതിയിലും വലിപ്പത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. തലച്ചോറിനെ സംരക്ഷിക്കുന്നത് തലയോടാണ്. തലയോട്ടിയിലെ ചലനസ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥി കീഴ്ത്താടിയെല്ലാണ്. തലയോട്ടിയിലെ ചലനസ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥി ഏതാണ്? കീഴ്ത്താടിയെല്ലാണ്. കീഴ്ത്താടിയെല്ലിൻ്റെ ശാസ്ത്രീയ നാമം മാൻഡിബിൾ എന്നാണ്. കീഴ്ത്താടിയെല്ലിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? മാൻഡിബിൾ. ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ലും കീഴ്ത്താടിയെല്ലാണ്. ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ല് ഏതാണ്? കീഴ്ത്താടിയെല്ല് അല്ലെങ്കിൽ മാൻഡിബിൾ ആണ്. എന്നാൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? പല്ലിൻ്റെ ഇനാമലാണ്. ശരീരത്തെ നേരെ നിർത്തുന്നത് നട്ടെല്ലാണ്. ശരീരത്തെ നേരെ നിർത്തുന്ന അസ്ഥി ഏതാണ്? നട്ടെല്ലാണ്. നട്ടെല്ലിനേൽക്കുന്ന ചില ക്ഷതങ്ങൾ ആജീവനാന്തം തളർച്ചയ്ക്ക് കാരണമായേക്കാം. ശ്വാസകോശങ്ങൾ, ഹൃദയം എന്നിവയെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് വാരിയെല്ലുകളാണ്. ശ്വാസകോശങ്ങൾ, ഹൃദയം എന്നിവയെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന അസ്ഥി ഏതാണ്? വാരിയെല്ലുകളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? തുടയെല്ല് അല്ലെങ്കിൽ ഫീമർ ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? തുടയെല്ല് അല്ലെങ്കിൽ ഫീമർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ചെവിക്കുള്ളിലെ സ്റ്റേപ്പിസ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ് ആണ്. നട്ടെല്ലിൻ്റെ ആരോഗ്യത്തിന് ശരിയായ ശരീരനിലകൾ പാലിക്കേണ്ടതുണ്ട്. നട്ടെല്ല് പരമാവധി നിവർന്നിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നട്ടെല്ല് വളച്ചിരിക്കുന്നത് നട്ടെല്ലിൻ്റെ ആരോഗ്യത്തെ ബാധിക്കും. അടുത്തതായി മനുഷ്യ ശരീരത്തിൽ എത്ര അസ്ഥികൾ ഉണ്ടെന്ന് നോക്കാം. ജനിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഏകദേശം 300 എല്ലുകൾ ഉണ്ടാവും. ഒരു നവജാത ശിശുവിന് എത്ര അസ്ഥികൾ ഉണ്ട്? 300 അസ്ഥികൾ. പ്രായപൂർത്തിയായ ഒരാളുടെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 206 ആണ്. പ്രായപൂർത്തിയായ ഒരു മനുഷ്യന് എത്ര അസ്ഥികളുണ്ട്? 206. മനുഷ്യൻ്റെ തലയിൽ 29 അസ്ഥികളുണ്ട്.
തലയോടിൽ 22ഉം കഴുത്തിൽ 7ഉം ചേർത്ത് തലയിൽ എത്ര അസ്ഥികളുണ്ട്? 29 അസ്ഥികളുണ്ട്. മനുഷ്യന് 24 വാരിയെല്ലുകളുണ്ട്. മനുഷ്യന് എത്ര വാരിയെല്ലുകളുണ്ട്? 24. നമ്മുടെ ഓരോ കാലിലും എത്ര അസ്ഥികൾ വീതമുണ്ട്? 30 അസ്ഥികൾ വീതമുണ്ട്. 2 കാലിലും കൂടെ 60 അസ്ഥികളാണുള്ളത്. മനുഷ്യൻ്റെ ഓരോ കാലിലും എത്ര അസ്ഥികളുണ്ട്? 30. അരക്കെട്ടിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 2. മനുഷ്യൻ്റെ അരക്കെട്ടിൽ എത്ര അസ്ഥികളുണ്ട്? 2. നട്ടെല്ലിൽ 26 അസ്ഥികളാണുള്ളത്. ടെക്സ്റ്റിൽ 33 കൊടുത്തിരിക്കുന്നത്. എന്നാൽ മനുഷ്യൻ്റെ നട്ടെല്ലിൽ എത്ര അസ്ഥികളാണുള്ളത്? 26. നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണമാണ് 33. ഓരോ കൈയിലും 30 അസ്ഥികൾ വീതമാണുള്ളത്. എന്നാൽ ടെക്സ്റ്റിൽ 32 കൊടുത്തിരിക്കുന്നത്. മനുഷ്യൻ്റെ ഓരോ കൈയിലും എത്ര അസ്ഥികൾ വീതമുണ്ട്? 30 അസ്ഥികൾ വീതമുണ്ട്. 2 കൈയിലും കൂടെ 60 അസ്ഥികളാണ് ഉള്ളത്. എത്ര മാറലുണ്ട്? 1. മനുഷ്യൻ്റെ ഒരു തോളലിൽ 2 അസ്ഥിയാണുള്ളത്. 2 തോളലിലും കൂടി 4 അസ്ഥിയാണുള്ളത്. മനുഷ്യൻ്റെ തോളലുകളിലെ അസ്ഥികളുടെ എണ്ണം 4. മനുഷ്യൻ്റെ തലയിലെ അസ്ഥികൾ 29, വാരിയെല്ലിലെ അസ്ഥികൾ 24, ഓരോ കാലിലും 30 വീതം, അങ്ങനെ 2 കാലിലും കൂടെ 60 അസ്ഥികൾ, അരക്കെട്ടിൽ 2 അസ്ഥികൾ, നട്ടെല്ലിൽ 26 അസ്ഥികൾ, ഓരോ കൈയിലും 30, 2 കൈയിലും കൂടെ 60 അസ്ഥികൾ, മാറലിൽ 1, 2 തോളലിലും 4 അസ്ഥികൾ. അങ്ങനെ ആകെ മനുഷ്യന് എത്ര അസ്ഥികളാണുള്ളത്? 206. മൂക്ക്, ചെവി എന്നിവയിൽ കാണുന്നത് മൃദുവായ അസ്ഥികളാണ്. ഇവയെ തരുണാസ്ഥികൾ അല്ലെങ്കിൽ കാർട്ടിലേജ് എന്ന് പറയുന്നു. മൂക്ക്, ചെവി എന്നിവയിൽ കാണുന്ന അസ്ഥികൾ ഏതാണ്? തരുണാസ്ഥികളാണ്. കുട്ടികളിൽ തരുണാസ്ഥികളുടെ എണ്ണം കൂടുതലായിരിക്കും. പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നമ്മെ സഹായിക്കുന്നത് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അസ്ഥിസന്ധികൾ അല്ലെങ്കിൽ ജോയിൻസ് ആണ്. അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് അസ്ഥിസന്ധികളാണ്. അസ്ഥിസന്ധികളാണ് പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നമ്മെ സഹായിക്കുന്നത്. പലതരത്തിലുള്ള സന്ധികളുണ്ട്. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധിയാണ് ഗോളരസന്ധി അല്ലെങ്കിൽ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്സ്. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി ഏതാണ്? ഗോളരസന്ധി. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നതാണ് ഗോളരസന്ധി. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്ന സന്ധി ഏതാണ്? ഗോളരസന്ധിയാണ്. തോളെല്ല് സന്ധി, ഇടുപ്പെല്ല് സന്ധി എന്നിവ ഗോളരസന്ധികളാണ്. ഗോളരസന്ധികൾ ഏതൊക്കെയാണ്? തോളെല്ല് സന്ധി, ഇടുപ്പെല്ലു സന്ധി. വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന സന്ധിയാണ് വിജാഗിരി സന്ധി. വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന സന്ധി ഏതാണ്? വിജാഗിരി സന്ധിയാണ്. കൈമുട്ടിലെയും കാൽമുട്ടിലെയും സന്ധി വിജാഗിരി സന്ധിയാണ്. വിജാഗിരി സന്ധികൾ ഏതൊക്കെയാണ്? കൈമുട്ടിലെയും കാൽമുട്ടിലെയും സന്ധി. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന അസ്ഥിയാണ് കീലസന്ധി. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏതാണ്? കീലസന്ധിയാണ്. കഴുത്ത്, അതായത് തലയോടും നട്ടെല്ലിൻ്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലത്തെ സന്ധി ഏത് സന്ധിയാണ്? കീലസന്ധിയാണ്. കഴുത്ത് അല്ലെങ്കിൽ തലയോടും നട്ടെല്ലിൻ്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലത്തെ സന്ധി ഏത് സന്ധിയാണ്? കീലസന്ധി. ശക്തമായ ആഘാതം ഏൽക്കുന്നത് അസ്ഥി പൊട്ടുന്നതിനോ അസ്ഥികളിൽ വിള്ളലുണ്ടാവുന്നതിനോ കാരണമാവാം. അസ്ഥി ഒടിയുന്നതിനെയാണ് അസ്ഥിഭംഗം എന്ന് പറയുന്നത്. അസ്ഥികൾ സ്ഥാനം തെറ്റുന്നതിനെയാണ് സ്ഥാനഭ്രംശം എന്ന് പറയുന്നത്. എന്താണ് അസ്ഥിഭംഗം? അസ്ഥി ഒടിയുന്നതിനെയാണ് അസ്ഥിഭംഗം എന്ന് പറയുന്നത്. എന്താണ് സ്ഥാനഭ്രംശം? അസ്ഥികൾ സ്ഥാനം തെറ്റുന്നതിനെയാണ് സ്ഥാനഭ്രംശം എന്ന് പറയുന്നത്. അസ്ഥിഭംഗം സംഭവിച്ചു എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? പരിക്കേറ്റെടുത്ത വേദന, പരിക്കേറ്റ ഭാഗം ഇളക്കാൻ പ്രയാസം, നീര് വന്ന് വീർത്തിരിക്കുന്നു, അല്പം വളവ് സംഭവിച്ചിട്ടുണ്ട്, സമാനമായ എല്ലുമായി വ്യത്യാസം. ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അസ്ഥിഭംഗം സംഭവിച്ചു എന്ന് പറയാം. അസ്ഥിഭംഗം സംഭവിച്ച ഒരാളെ വേഗം ആശുപത്രിയിൽ എത്തിക്കുകയാണ് വേണ്ടത്. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒടിഞ്ഞ ഭാഗങ്ങൾ ഇളകാതെ ശ്രദ്ധിക്കണം. ഇതിന് സ്പ്ലിൻ്റ് ഉപയോഗിച്ച് കെട്ടുന്നത് സഹായകമാകും. സ്പ്ലിൻ്റ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഒടിഞ്ഞ ഭാഗങ്ങൾ ഇളകാതിരിക്കുന്നതിനാണ്. മരം, പ്ലാസ്റ്റിക്, ലോഹം എന്നിവയിലേതെങ്കിലും കൊണ്ട് നിർമ്മിച്ച ഉറപ്പുള്ള താങ്ങുപലകയാണ് സ്പ്ലിൻ്റ്. എന്താണ് സ്പ്ലിൻ്റ്? മരം, പ്ലാസ്റ്റിക്, ലോഹം എന്നിവയിലേതെങ്കിലും കൊണ്ട് നിർമ്മിച്ച ഉറപ്പുള്ള താങ്ങുപലകയാണ് സ്പ്ലിൻ്റ്. കൈകാലുകളിലെ ഒടിവുള്ള എല്ല് നിശ്ചലമാക്കി വയ്ക്കാൻ സ്പ്ലിൻ്റ് വെച്ച് കെട്ടുന്നത് സഹായകമാകും. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം എന്താണ്? കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങൾ ഏതൊക്കെയാണ്? കാൽസ്യവും ഫോസ്ഫറസും. വളർച്ചയുടെ ഘട്ടത്തിൽ കാൽസ്യം, ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കൾ അസ്ഥികളെ ബലപ്പെടുത്തുന്നു. വളർച്ചയുടെ ഘട്ടത്തിൽ അസ്ഥികളെ ബലപ്പെടുത്തുന്ന ധാതുക്കൾ ഏതൊക്കെയാണ്? കാൽസ്യവും ഫോസ്ഫറസും.
ചെറിയ കുട്ടികളുടെ അസ്ഥികൾക്ക് ബലം കുറയാൻ കാരണം കാൽസ്യം ഫോസ്ഫേറ്റിൻ്റെ നിക്ഷേപം കുറവായതിനാലാണ്. ചെറിയ കുട്ടികളുടെ അസ്ഥികൾക്ക് ബലം കുറയാൻ കാരണം എന്തിൻ്റെ നിക്ഷേപം കുറവായതാണ്? കാൽസ്യം ഫോസ്ഫേറ്റിൻ്റെ. പ്രായമായവരിൽ ശരീരത്തിനു വേണ്ട കാൽസ്യം അസ്ഥികളിൽ നിന്നും ആഗിരണം ചെയ്യാറുണ്ട്. പ്രായമായവരിൽ ശരീരത്തിനു വേണ്ട കാൽസ്യം എവിടെ നിന്നും ആഗിരണം ചെയ്യാറുണ്ട്? അസ്ഥികളിൽ നിന്നും. ഇത് അസ്ഥികളുടെ ബലക്ഷയത്തിന് കാരണമാകുന്നു. കാൽസ്യം ധാരാളമായി അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് കുമ്പളങ്ങ, പടവലങ്ങ തുടങ്ങിയ പച്ചക്കറികൾ, പേരയ്ക്ക, ചാമ്പയ്ക്ക തുടങ്ങിയ പഴങ്ങൾ, മുട്ട, പാൽ, ചെറുമത്സ്യങ്ങൾ തുടങ്ങിയവ. നമ്മളിന്ന് പഠിച്ചത് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ അവസാനത്തെ ചാപ്റ്ററാണ്. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ക്ലാസ്സുകൾ കണ്ട ശേഷം നോട്ട്സ് എഴുതിയെടുത്ത് പഠിക്കുക. ക്ലാസ്സുകൾ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്